നമസ്കാരം. ACV അവതരിപ്പിക്കുന്ന സൂപ്പർ സോക്കർ പവേർഡ് ബൈ ഏഷ്യാനെറ്റ് ഫൈബർ എൻ്റർപ്രൈസസ്. ഈ ഫുട്ബോൾ വിരുന്ന് ഇന്നോടുകൂടി അവസാനിക്കുന്നു. നമ്മൾ യാത്ര തുടരുന്നത് ഈ ലോകകപ്പ് തുടങ്ങിയ ദിവസം, അതായത് 12-ാം തീയതിയാണ്, ജൂൺ 12-ാം തീയതി. ഇന്ന് ജൂലൈ 20. കലാശ പോരാട്ടം ഇന്നലെ ന്യൂജേഴ്സിയിൽ കഴിഞ്ഞു. എല്ലാവരുടെയും ശരിക്കും ആശയും ആവേശവും ഒക്കെ ആയിരുന്ന അർജൻറ്റീനയെ നിലംപരിശാക്കിക്കൊണ്ട് സ്പെയിൻ 1-0 വിജയവും കിരീടവും സ്വന്തമാക്കുന്നത് കണ്ടുകൊണ്ടാണ് ഈ ലോകകപ്പിൻ്റെ 23-ാം പതിപ്പ് അവസാനിക്കുന്നത്. 2026 ലോകകപ്പിൽ 104-ാമത്തെ കളി. അങ്ങനെ അർജൻറ്റീന ഒന്നുമല്ലാതെ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ച. ഒരു പക്ഷേ മാർട്ടിനസ് ഇല്ലായിരുന്നു ഗോൾ വലയത്തിലെങ്കിൽ 1/2 ഡസൻ ഗോളുകൾ വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് അവരുടെ പൊസിഷൻ ഫുട്ബോളിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് തെളിയിക്കുന്നു. ഇന്നലെ കളം നിറഞ്ഞ് കളിച്ചതും മുഴുവൻ സമയവും കളിയിൽ ഉണ്ടായിരുന്ന ഒരാൾ എമിലിയാനോ മാർട്ടിനസ് എന്ന താരം തന്നെയാണ്. നിരവധി സേവുകൾ, ഗോളെന്ന് ഉറപ്പിച്ച ഒട്ടനവധി സേവുകൾ അദ്ദേഹം ഇന്നലെ അർജൻറ്റീനയ്ക്ക് വേണ്ടി ബാറിന് കീഴിൽ നടത്തിയ കാഴ്ച ഇന്നലെ കളി കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണും. എവിടെ പോയി അർജൻറ്റീനയുടെ വീറും വാശിയും, അല്ലെങ്കിൽ അവസാന 10 മിനിറ്റിൽ മാജിക്കും ഒക്കെ? നേരത്തെ ഇന്നും എന്നോടൊപ്പം കളി പറയാൻ എത്തിയിട്ടുള്ളത് സുദേശ് തന്നെയാണ്. സ്വാഗതം സുദേശ്. സുദേശ് പലപ്പോഴും പറയും പോലെ മെസ്സിയിലേക്കുള്ള വഴി, മെസ്സിയിൽ നിന്നുള്ള വഴി, ഇതാര് കൂട്ടുന്നോ ആ ടീം തീർച്ചയായും ജയിക്കും. അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ന്യൂ ജേഴ്സിയിൽ സംഭവിച്ചത് അതായിരുന്നു. മെസ്സിയിലേക്ക് ബാൾ എത്തിക്കാതിരിക്കുക, മെസ്സിയിൽ നിന്ന് മറ്റാർക്കും ബോൾ നേടാൻ സാധിക്കാതിരിക്കുക. ഈ രണ്ടും കൃത്യത പുലർത്തിയത് ഇന്നലെ സ്പാനിഷ് ഡിഫൻസാണ്. വളരെ ഭംഗിയായി അവരത് നിർവഹിച്ചു. ഡിഫൻസിൽ പോറോയും കൂബറാസിയും അതുപോലെ ലപ്പോർട്ടയും കുക്കുറയിലെയും ഒക്കെ കളം നിറഞ്ഞ് കളിക്കുക കൂടി ചെയ്തപ്പോൾ അങ്ങോട്ടേക്ക് ദർശിക്കാൻ പോലും അർജൻറ്റീനൻ ഫോർവേഡ് താരങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ്. സുദേശ്, ഇന്നലത്തെ മത്സരം പൊതുവേ ഒരു ഏകപക്ഷീയമായ മത്സരം എന്ന് വിധി എഴുതാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും അത് സ്പെയിനിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം അങ്ങനെ പറയുന്നതായിരിക്കും കുറേ കൂടെ ശരി. അത് ഏകപക്ഷീയമാവാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, സ്പെയിൻ എങ്ങനെയാണോ ഈ കളി ആസൂത്രണം ചെയ്തത്, അവർ വലിയ മാറ്റങ്ങളല്ല, അവരിതുവരെ കളിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയിൽ കൃത്യമായി അത് അച്ചടക്കത്തോടുകൂടിയും സാങ്കേതിക തികവോടുകൂടിയും ആ കളി അവർ കളത്തിൽ നടപ്പാക്കി. യഥാർത്ഥത്തിൽ അർജൻറ്റീനയ്ക്ക് അത് ഓരോ ടീമിനെതിരെയും വ്യത്യസ്തമായിരിക്കും. സ്പെയിനിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഒറ്റ രീതിയിൽ കളിക്കുകയല്ല, അവർ ഓരോ ടീമിനോട് കളിക്കുമ്പോഴും ആ ശൈലി, ഒരു ബേസിക്കായിട്ടുള്ളൊരു ശൈലി, കംപ്ലീറ്റ് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സാങ്കേതികതയോടുള്ള ടാക്റ്റിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ശൈലി അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് ഉയർത്താൻ കഴിയുന്ന താരങ്ങൾ അവർക്കുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ ടീമിൻ്റെ ഒരു ഒത്തൊരുമയാണ്. അവർ പരിചയസമ്പന്നരാണ്, പരസ്പരം വ്യക്തമായി അറിയാം. നമുക്ക് സ്പെയിൻ്റെ പാസിങ്ങിൽ തന്നെ മനസ്സിലാവും, കൃത്യമായിട്ട് നോക്കാതെ തന്നെ അങ്ങോട്ട് പന്ത് കൊടുക്കാം. അവിടെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു താരം അവിടെ ഉണ്ടാകും. പലപ്പോഴും ഡയമണ്ട് സർക്കിളിലൊക്കെ അവർ ഭംഗിയായിട്ട്, നമ്മൾ നേരത്തെ ടിക്കിറ്റാക്ക എന്ന് പറയുന്ന ശൈലിയായിരുന്നു സ്പെയിനെ കുറിച്ച് 2010-ലും മറ്റും നമ്മൾ പറഞ്ഞത്. പക്ഷേ ആ സ്പെയിൻ പിന്നീട് ടിക്കിറ്റാക്ക കൃത്യമായി നടപ്പാക്കാൻ കഴിയാതെ വലയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവർ ബോൾ പൊസഷൻ 70% 80% വരെ വന്നിട്ട് കളി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ ടിക്കിറ്റാക്കയിൽ തന്നെ അതിൻ്റെ ഒരു പുതിയ വേർഷൻ അവതരിപ്പിച്ചു. ഷോർട്ട് പാസുകളാണ് അതിലെ കൃത്യത, 90%-ലധികം കൃത്യതയുള്ള ഷോർട്ട് പാസുകളാണ്. അത് കളിക്കാനാണ് അവരുടെ അക്കാദമികളിൽ നിന്നും അവരുടെ താരങ്ങളെ ബേസിക്കായിട്ട് പാകതപ്പെടുത്തുന്നത്. അപ്പോൾ ആ കളി കളിക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ മോഡേൺ ഫുട്ബോളിൽ വേണ്ട സയൻറ്റിഫിക്കായ മാറ്റങ്ങൾ അവർക്ക് വരുത്താൻ കഴിയുന്നു. ഗോളുകളും. അപ്പോൾ അവർ ഒരു കംപ്ലീറ്റ് ഫുട്ബോൾ ടീം, ഇപ്പോൾ ഇന്ന് മോഡേൺ ഫുട്ബോളിന് ആവശ്യമായ ഏത് എതിരാളിക്കെതിരെയും പ്രയോഗിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ കൈവശമുള്ള ഒരു ടീമായിട്ട് മാറുകയാണ്.
അപ്പോൾ ഇവിടെ ഏറ്റവും നിർണായകമായത് അവരുടെ ഒരു ബാക്ക് ലൈൻ അസാധ്യമായി. നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു, കുബാർസിയും ലെപ്പോർട്ടും അതിഗംഭീരമായിട്ട് കാക്കുന്ന ഒരു ബാക്ക് ലൈനാണ്. അവർ തന്നെ 2 3 അല്ലെങ്കിൽ 4 താരങ്ങളുടെ ജോലി ചെയ്യാൻ തയ്യാറായിട്ട്. കുബാർസി വളരെ അഗ്രസീവായിട്ട് കൂടി കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ലെപ്പോർട്ടിനെ അവിടെ പ്രത്യേകം എടുത്ത് പറയണം, അതിൻ്റെ ഒരു ഡിസിപ്ലിൻ കാക്കുന്നത് ലെപ്പോർട്ടാണ്. അദ്ദേഹത്തിന് അനുഭവ സമ്പത്താണ് അവിടെ പ്രയോജനപ്പെടുന്നത്. ഡീപ്പ് ഡിഫൻസിൽ അതെ അതെ ഫോർവേഡ് തീർച്ചയായിട്ടും. പെഡ്രോ പൊറോയും കുക്കുറേലയും അവർ ഓവർലാപ്പ് ചെയ്ത് കളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത കാണേണ്ടത്, ഇന്നലെ അവർ വിങ്ങുകളിലൂടെ മാത്രമല്ല, അതിനിടയിൽ ഇന്നലെ കളി ശ്രദ്ധിച്ചാൽ അറിയാം, വിങ്ങുകളിലൂടെ പോകുന്നതിന് പകരം വിങ്ങിനും സെൻട്രലിനും ഇടയിലുള്ള സ്പേസിലാണ് ഇവർ രണ്ടുപേരും മൂവ് ചെയ്യുന്നത്, കുക്കുറേലയും പെഡ്രോ പൊറോയും. പലപ്പോഴും പെഡ്രോ പൊറോ യമാലിൻ്റെ അടുത്ത് പന്ത് വാങ്ങുന്നത് ആ പൊസിഷനിലാണ് വാങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ ഫുട്ബോളിന് അല്ലെങ്കിൽ എതിർ ടീമിന് ഞെട്ടിക്കുന്ന തന്ത്രങ്ങൾ അല്ലെങ്കിൽ അവരെ അബദ്ധത്തിൽ ചാടിക്കുന്ന തന്ത്രങ്ങൾ ഇവർ ആവിഷ്കരിക്കുന്നുണ്ട്. പിന്നെ റോഡ്രി എന്ന നായകൻ, അയാളാണ് അവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സ്പെയിനിൻ്റെ ഓരോ ചലനങ്ങളും അദ്ദേഹം ഡീപ്പ് ഡിഫൻസിൽ കളിക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. പക്ഷേ ഡിഫൻസീവ് മിഡിൽ നിന്ന് കളി പരസ്പരം സാധാരണക്ക് കൈമാറാനും മുന്നോട്ട് പോകാനും റോഡ്രിക്ക് കഴിയുന്നുണ്ട്. ആ സ്പേസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വല്ലാതെ ഡീപ്പ് ഡിഫൻസിലേക്ക് ഇറങ്ങിയ എൻസോ ഫെർണാണ്ടസിനും മെക്കലിസ്റ്ററും ഒക്കെ ഉള്ളൊരു മധ്യനിരയ്ക്ക് കഴിഞ്ഞില്ല. അവർ കൂടുതൽ ഡിഫൻസിലേക്ക് ഇറങ്ങുകയാണ്. അവിടെയാണ് നമ്മൾ കണ്ടത് കൂടുതൽ ഗോൾ വഴങ്ങിയ അർജൻറ്റീനയുടെ ഒരു പ്രതിരോധമാണ്. അവർ ഏത് നിമിഷവും ഗോൾ വഴങ്ങാനുള്ളൊരു ഭയം അവർക്കുണ്ട്. നമ്മൾ ലൗട്ടാറോ മാർട്ടിനസ്, ലിസാൻഡ്രോ മാർട്ടിനസ് ഇടയ്ക്ക് കയറുന്നത് നമ്മൾ കണ്ടു. പിന്നീട് വന്ന ഓട്ടോമാറ്റിക്കൊന്നും നമുക്കറിയാം പഴയ വേഗമോ അല്ലെങ്കിൽ ഒന്നും ഇപ്പോൾ അദ്ദേഹത്തിന് ഇല്ല എന്നറിയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഡീപ്പ് ഡിഫൻസിലേക്ക് അവരുടെ മധ്യനിരയ്ക്ക് ഇറങ്ങേണ്ടി വന്നു. അവിടെ റോഡ്രിക്കും പിന്നീട് ഫാബിയൻ റൂയിസിനും പിന്നീട് വന്ന പെഡ്രിക്കൊക്കെ വളരെ സ്പേസ് കിട്ടുകയാണ്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് ഒരു കാര്യം, യമാൽ നടത്തുന്ന മുന്നേറ്റങ്ങൾ. അവിടെ 1 2 താരങ്ങൾ സ്ഥിരമായിട്ട് മാർക്ക് ചെയ്യുകയാണ് യമാലിനെ. എന്നിട്ട് പോലും അവർക്ക് യമാലിനെ പിടിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി പന്ത് പാസ് ചെയ്യാനോ കടന്നു വരാനോ യമാലിന് കഴിയുന്നു. ഇവിടെ ഏറ്റവും നിർണായകമായത് സ്പെയിൻ വരുത്തിയ മാറ്റങ്ങളാണ്. ഒയർ സബാലയും അലക്സ് ബേനയ്ക്കും ഗോൾ നേടാനുള്ളൊരു മിടുക്ക് അല്പം കുറവാണ്. നമ്മൾ പറയാം കളിയിൽ നന്നായിട്ട് ഇടപെടുന്നവരാണ്, സംശയമില്ല, ഓൾമോ ആയാലും അത്തരത്തിൽ. എന്നാൽ ഗോളിലേക്ക് തൊടുക്കാനുള്ള ഒരു മികവ് അല്പം കുറഞ്ഞു പോയതാണ് സ്പെയിനിന് ആദ്യ പകുതിയിൽ വലിയ വീഴ്ചയായത്. ഇത്രത്തോളം നിയന്ത്രണത്തിലാക്കിയ കളി, കംപ്ലീറ്റ് കൺട്രോൾ. ഒരു തവണ പോലും അർജൻറ്റീനയ്ക്ക് മെസ്സിക്കും കൂട്ടർക്കും എതിർ ബോക്സിലേക്ക് വരാൻ പോലും കഴിയുന്നില്ല. പക്ഷേ ആ കളിയിൽ ഗോൾ നേടാൻ കഴിയുന്നില്ല. അവിടെയാണ് ലേഫോണ്ടയുടെ ഒരു തന്ത്രം വരുന്നത്. 3 താരങ്ങളെ മാറ്റുന്നു. നിക്കോ വില്യംസ് എന്ന ഒരു അതിവേഗക്കാരൻ ഇടതുവിങ്ങിൽ വരുന്നു, പിന്നീട് മൊറീനോ വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ വളരെ അഗ്രസീവായ ഫോർവേഡ്സ്, കംപ്ലീറ്റ് ഫോർവേഡ്സ് എന്ന് പറഞ്ഞാൽ ഫെറാൻ ടോറസും കൂടെ വരുന്നു. ഇതോടുകൂടി അർജൻറ്റീനയുടെ പ്രതിരോധത്തിന് കുറേ കൂടെ അങ്കലാപ്പുണ്ടാകുന്നു. ഒരു വശത്ത് യമാൽ പന്തുമായി കയറുന്നു, ഇടതുഭാഗത്ത് നിക്കോ വില്യംസും കൂടെ അത്തരത്തിൽ പന്തുമായി കയറാൻ തുടങ്ങി. കുക്കുറേലയും പെഡ്രോയും ഇവരെ സഹായിക്കാൻ വരുന്നു. കൃത്യമായി പെഡ്രിയും റോഡ്രിയും ഇവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ആ ഘട്ടത്തോടു കൂടി പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് പോയെങ്കിലും ഏത് സമയവും സ്പെയിൻ ഗോൾ നേടാനുള്ളൊരു സാധ്യത. അതിനിടയിൽ മാർട്ടിനസ് എന്നുള്ള ഗോൾ കീപ്പറുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഇതുവരെ ഫോമിലാവാത്ത പ്ലെയറാണ്. ഇന്നലെ അദ്ദേഹം നല്ല ഫോമിലായിരുന്നു കളിച്ചിരുന്നത്. അദ്ദേഹത്തെ കീഴടക്കാൻ അല്പം പ്രയാസമായിരുന്നു. പക്ഷേ ഈ ഒരു ഗോൾ നിക്കോ വില്യംസിൻ്റെ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ആ പന്ത് കൊടുക്കുന്നത് എല്ലാവരും നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ളൊരു പന്ത് അതിഗംഭീരമായിട്ട് അത് പന്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ കളിയിലെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഫെറാൻ ടോറസിനെ മാർക്ക് ചെയ്യാൻ ഒരു താരം പോലും ഇല്ല. ഇതാണ് ഇവരെ എല്ലാം മാർക്ക് ചെയ്യാൻ പോയ അർജൻറ്റീനക്കാർ ഫെറാൻ ടോറസിനെ പോലെ അല്ല. അതാണ് അവിടെ നമുക്ക് നേരത്തെ ഉള്ള ഒയർസബാലിനോ അലക്സ് ബേനയ്ക്കോ അത്തരം ഒരു സ്പേസ് കണ്ടെത്താൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അവർ കുറച്ചുകൂടെ ഇറങ്ങിയായിരിക്കും കളിക്കുക. കൃത്യസ്ഥാനത്തെത്തുന്നു. ആ ഷോട്ടിനും പ്രത്യേകതയുണ്ട്. മുന്നിൽ 3 അർജൻറ്റീന ഡിഫൻഡേഴ്സ് ഗോൾ ലൈൻ കവർ ചെയ്യുന്നുണ്ട്. അവിടെ മാർട്ടിനസും ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒരു ഗോൾ വലയുടെ മോന്തായത്തിലേക്കാണ് അടിക്കുന്നത്. റൂഫിലേക്ക് അടിക്കുന്നു. ഒരു തരത്തിലും തടുക്കാൻ കഴിയാത്ത ഒരു ഷോട്ട്. അത് ഒരു പെർഫെക്റ്റ് ഗോൾ എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അർജൻറ്റീന നിഷ്പ്രഭമായിപ്പോയി. അവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് മെസ്സിയെ പൂട്ടുക എന്നുള്ളതിന് പലരും കണ്ട അർത്ഥമല്ല സ്പെയിൻ കണ്ടിട്ടുള്ളത്. അവർക്ക് മെസ്സിയെ അറിയാം. ലാമാസിയിൽ പഠിച്ച മെസ്സി എന്ത് കാണിക്കും, എന്ത് ചെയ്യുമെന്നറിയാം. ഈ ഘട്ടത്തിൽ മെസ്സിയുടെ കഴിഞ്ഞ മത്സരങ്ങൾ വിലയിരുത്തി അവർ കൃത്യമായത് മനസ്സിലാക്കി കാണും. അല്ലാതെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്പെയിനിന്റെ ഒരു ദത്തുപുത്രനാണ് മെസ്സി. കഴിഞ്ഞാൽ കൂടുതൽ അർജന്റീനയിൽ ജനിച്ചു. അതെ അതെ, അർജന്റീന പെറ്റമ്മയും ഇത് വളർത്തമ്മയും. അതെ, കളിച്ചത് മുഴുവൻ സ്പെയിനിലാണ്. അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം.
ആ മെസ്സിയെ അവർ കൃത്യമായി പൂട്ടി. അല്ലാതെ അത്ഭുതം സംഭവിച്ചില്ല. ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് ഫുട്ബോളിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അന്തിമമായ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഫുട്ബോൾ ഒരു കൂട്ടായ്മയുടെ കളിയാണ്. അതിൽ തന്ത്രങ്ങളും ടാക്റ്റിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള തന്ത്രങ്ങൾ വളരെ നിർണായകമാണ്. അത്തരം ഒരു കളിക്ക് അർജൻറ്റീനയുടെ ഒരു ആവേശവും വിജയദാഹവും മാത്രം പോരാ എന്നുള്ളതാണ് ഇവിടെ ബോധ്യപ്പെട്ടൊരു കാര്യം. ഇവിടെ പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഇന്നലെ സാൽക്കോ എന്ന റഫറി അദ്ദേഹം ശരിക്കും അദ്ദേഹത്തെ നിയോഗിച്ചു എന്നറിഞ്ഞപ്പം അദ്ദേഹം ആവേശം കൊണ്ടു വികാരഭരിതനായി എന്നൊക്കെ പറഞ്ഞതാണ് ലോകകപ്പ് ഫൈനലിലേക്ക്. വളരെ ഭംഗിയായി അദ്ദേഹം കളി നിയന്ത്രിച്ചില്ലേ? തീർച്ചയായിട്ടും. അത് നമുക്ക് പറയേണ്ടത് നമ്മൾ വളരെ അർജൻറ്റീന അത് വലിയൊരു സമ്മർദ്ദത്തിലായിരിക്കും അദ്ദേഹം ഈ മത്സരം നിയന്ത്രിക്കാൻ എത്തിയത് തന്നെ. ഒന്ന്, ലോകകപ്പ് ഫുട്ബോൾ പോലുള്ള ഒരു വലിയ മത്സരം, ലോകം മുഴുവൻ കണ്ടു നിൽക്കുന്ന ഒരു മത്സരം, ചെറിയ പിഴവിന് പോലും വലിയ ആക്ഷേപം കേൾക്കേണ്ടി വരും. അതിനപ്പുറമായിരുന്നു അർജൻറ്റീനയുടെ ഒരു പക്ഷപാതമുണ്ടെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ വന്നാൽ അദ്ദേഹത്തിന് അതുണ്ടാക്കുന്ന പ്രതിസന്ധി. എന്നാൽ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മത്സരം അർജൻറ്റീന തീരുമാനിച്ച ഒരു രീതി ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ ഭംഗിയായിട്ട് അവർ നടപ്പാക്കി ഒരു ഫിസിക്കൽ ഗെയിം. അത് സിമിയോണിയെ പോലുള്ള താരത്തെ ഇംഗ്ലണ്ടിനെതിരെ പുറത്തിറക്കുന്നു. അദ്ദേഹം എതിരാളികളെ ഫിസിക്കലി നേരിടുന്നു. സ്വാഭാവികമായിട്ട് ഇംഗ്ലണ്ട് അതിൽ ആ കെണിയിൽ വീണുപോയി. സ്വാഭാവികമായിട്ട് അവർ വീണു. അതോടുകൂടി ഇംഗ്ലണ്ട് കടുത്ത രീതിയിൽ പ്രതികരിക്കുന്നു, കളി മറന്നു. ഇവിടെ സ്പെയിനിന് സംഭവിച്ചത് അതേ തന്ത്രം കൊണ്ടുവന്നു, ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന രീതി കൊണ്ടുവന്നു. സ്പെയിൻ അതിൽ വീഴുന്നില്ല. അവർ തങ്ങളുടെ സ്വതസിദ്ധമായ എന്താണോ തീരുമാനിച്ചത് ആ കളി കളിക്കുകയാണ്. അവിടെയാണ് ടാക്റ്റിക്കലി അല്ലെങ്കിൽ വിജയിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. അതിൽ അർജൻറ്റീനയുടെ ആ ഒരു പ്രകോപനത്തിൽ വീണിരുന്നെങ്കിൽ ഇവർക്ക് ആ കളി പുറത്തെടുക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും കാർഡ് വാങ്ങുന്നൊരു അവസ്ഥ വരും. അല്ല, ഒരുപക്ഷെ സുദേശ് അത് തിരിച്ചാണ് പറ്റിയതെന്ന് പറയണം. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അത് നേരെ അപ്പോൾ സ്പെയിൻ ആ പ്രകോപനത്തിൽ വീഴാതിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അർജൻറ്റീന പ്രകോപിതരാവുകയാണ്. അവിടെയാണ് എൻസോ ഫെർണാണ്ടസ് കാർഡ് വാങ്ങുന്ന സാഹചര്യം. കളിക്ക് ശേഷം നമ്മൾ കണ്ടു, അതിഭീകരമായി ഒരു തരത്തിലെ സ്പെയിൻ താരങ്ങളെ മർദ്ദിക്കുന്നതും മറ്റും നമ്മൾ കണ്ടു. പാർഡേസിനെ പോലുള്ള ഒരു താരത്തിന് ഇന്നലെ സ്കലോണി യമാല് പോയി സ്കലോണിൻ്റെ അടുത്ത് പോകുമ്പോൾ സ്കലോണി പോകാൻ പറയണം. തീർച്ചയായിട്ടും ആ ഭാഗത്തേക്ക് വരരുത് എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. പക്ഷേ അതൊന്നും ഇനി എന്ത് ആരാധനയുടെ പേരിലും ആരാധിക്കുന്നവരോട് എല്ലാം പറയാനുള്ളത്, ഫുട്ബോള് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഫ്രാൻസ് മാച്ച് ലൂസേഴ്സ് ഫൈനലിൽ കാണുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ് ആ താരങ്ങളുടെ ആ ഊഷ്മളമായ സൗഹൃദം, അതാണ് ഫുട്ബോളിന് ലോകം ആഗ്രഹിക്കുന്നത്. വെറും 48 രാജ്യങ്ങൾ മാത്രമാണ് ഈ ഫുട്ബോൾ മേളയിൽ പങ്കെടുക്കുന്നത്. അതിൽ പങ്കെടുക്കാത്ത ബഹുഭൂരിപക്ഷം 200-ലധികം രാജ്യങ്ങളാണ് ഇത് കാണുന്നത്. അവരാഗ്രഹിക്കുന്നത് ഈ ഫുട്ബോളിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ആനന്ദം, ഒപ്പം തന്നെ ഈ കളി കാണുന്ന ഒരു സന്ദേശം കൂടി. അതെ, ഞാൻ പറഞ്ഞ ഒരു ആനന്ദം, അതിനപ്പുറം ഒരു കൂട്ടായ്മയുടെയും ലോകത്തിൻ്റെ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ടുള്ളൊരു മത്സരമായിട്ടാണ് കാണുന്നത്. അതിലേക്ക് ഒരു തരത്തിലും വരാൻ അർജൻറ്റീനയ്ക്ക് കഴിഞ്ഞില്ല എന്ന് ഉറപ്പിച്ച്. സാധാരണഗതിയിൽ ലാറ്റിൻ അമേരിക്ക, ശരിക്കും നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്, ആരാണ് ഏറ്റവും മോശമായി പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ആഫ്രിക്കൻ ടീമുകളെക്കാൾ ചില സമയം മോശമായിട്ട് പെരുമാറുന്നത് ചിലി. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അങ്ങനെയുള്ള ചില ടീമുകളുണ്ട്. പക്ഷെ അത്തരത്തിൽ അർജൻറ്റീനയ്ക്ക് തരം താഴാമോ? തീർച്ചയായിട്ടും ഒരിക്കലും അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ലോകകപ്പിൻ്റെ ഫൈനലിലെത്തിയ ടീമുകൾ നമ്മൾ നിരവധി ടീമുകളെ കണ്ടു. ഞാൻ പറഞ്ഞു ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ബെൽജിയം, പിന്നെ അതുപോലെ എന്തിനു പറയുന്നു, നമ്മൾ ചെറിയ ടീമുകളെ എടുക്കാം, കേപ്പ് വെർദെ പോലുള്ള ടീമുകൾ, ഈജിപ്തിനെ പോലുള്ള ടീമുകൾ, DR കോങ്കോ, സ്വിറ്റ്സർലൻഡ് എത്ര ഭംഗിയായിട്ട് ഫുട്ബോൾ കളിച്ചു. ഇതേ അർജൻറ്റീനയ്ക്കെതിരെ ഭംഗിയായി കളിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഈജിപ്ത്. അതെ, അപ്പോൾ ഇത്തരത്തിൽ ഇന്ന് ആകെ പരാഗ്വേ മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു ചെറിയ, സ്വാഭാവികമായിട്ടും ലാറ്റിൻ അമേരിക്കൻ ടീമായ പരാഗ്വേ ചെറിയ അപവാദമായിരുന്നു. അവർ കുറേ കൂടെ ഫിസിക്കൽ. നമ്മൾ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ട്, അത്തരം ഇപ്പം നോർവേ പോലെ ആയാലും ഇത് ഈ ലോകകപ്പ് കളിക്കാത്ത പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ, ഓസ്ട്രിയ, ഇവരെല്ലാം എന്താണ് അവരുടെ ഓസ്ട്രിയ കളിച്ച ഈ ഫിസിക്കൽ ശാരീരിക ശേഷി കൂടുതലാണ്. പക്ഷേ അത് അവർ വളരെ ഭംഗിയായിട്ടുണ്ട്, ശാസ്ത്രീയമായാണ് അത് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ പിന്നെ നോർവേക്ക് വേണ്ടി ഗോൾ കാണുന്ന ഹാലൻഡ് ആയാൽ പോലും അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ഒരു ആധിപത്യം അവർ സ്ഥാപിക്കുന്നത് വളരെ റഫായി കളിച്ചുകൊണ്ടല്ല, അതിനെ ഹെഡ് ചെയ്യാനുള്ള കാര്യത്തിലും മറ്റും എല്ലാമാണ് അദ്ദേഹം അതിനെ ഉപയോഗിക്കുന്നത്.
അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളും കുറേ കൂടെ ആ വഴിക്കാണ് വരുന്നത്. ഒരുപാട് മാറ്റം വന്നു. സ്പോർട്ടിംഗ് ആയിട്ട് പറയും. അതെ, അവർ കളി കുറച്ചുകൂടെ ശാസ്ത്രീയമായി സമീപിക്കുന്നു. അവർ കുറച്ചുകൂടെ അതിൻ്റെ തന്ത്രങ്ങളിലും മറ്റും ആണ് ശ്രദ്ധിക്കുന്നത്. യൂറോപ്പിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ അവർ പിടിച്ച് ഈ ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണത്. ഈജിപ്തും മൊറോക്കോയും മാത്രമാണ് മുന്നേറിയതെങ്കിലും കേപ്പ് വെർദെ ആയാലും ഘാന ആയാലും ഏതൊരു ആഫ്രിക്കൻ ടീമും ഭംഗിയായി കളിച്ചിട്ടാണ് പുറത്തു പോയത്. അല്ലാതെ ദയനീയമായി പരാജയപ്പെട്ട ആഫ്രിക്കൻ ടീമുകൾ ഇല്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും അത് ഒരു നല്ല ലക്ഷണമാണ്. പക്ഷേ അതിനൊക്കെ അപവാദമാണ് ഇവിടെ അർജൻറ്റീനയെക്കുറിച്ച് പറയുന്നത്. അവരുടെ മുൻകാലങ്ങളിലെ ചില അനുഭവങ്ങളുമുണ്ട്. തീർത്തും ആക്ഷേപിക്കുകയല്ല. ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും നന്നായി കളിക്കാൻ കഴിയുന്ന ടീമാണ്. പക്ഷേ തങ്ങളുടെ കളി ആരാധകരുള്ള ടീം. അതെ, ആ കളി എങ്ങനെ അവർ പരുവപ്പെടുത്തുന്നു അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് പ്രധാനമാണ്. എങ്ങനെയാണ് ലോകത്തിന് മുന്നിൽ ഞങ്ങളുടെ കളി എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഇന്ന് ഫുട്ബോളിൽ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എത്ര ആരാധകരുണ്ടായാലും എല്ലാം നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. തെറ്റിനെ തെറ്റെന്ന് കൃത്യമായി തിരിച്ചറിയാനും അവരുടെ കളിയെ അംഗീകരിക്കാനും. മെസ്സി, ഇപ്പോൾ നമുക്കത് വേറൊരു ഇതിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മെസ്സിയെക്കുറിച്ച് നമുക്ക് പറയേണ്ടതാണ്. മെസ്സിയെ പോലെ ഒരു താരമുള്ള ടീം, അത്രയും ബ്രില്യൻ്റായി കളിക്കാൻ കഴിയുന്ന ഇതിഹാസ തുല്യമായൊരു താരം, അദ്ദേഹത്തെ പോലുള്ള ഒരു താരത്തിൻ്റെ പിന്മുറക്കാരായി വരേണ്ടത് മെസ്സിയെ പോലുള്ളവരാണ്. അല്ലെങ്കിൽ മെസ്സിക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനടുത്തെങ്കിലും എത്താൻ കഴിയുന്ന താരങ്ങളാണ് അവിടെ നിന്ന് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഇത്തരം തടിമിടുക്കും അടിതടയും കൊണ്ട് കാര്യം സാധിക്കാൻ കഴിയുന്ന താരങ്ങളെ അല്ല അവർ വളർത്തിക്കൊണ്ടുവരേണ്ടത്. തീർച്ചയായും വളരെ ആവേശം നിറഞ്ഞ ഒരു കളി പ്രതീക്ഷിച്ച് ആണ് ലോകം മുഴുവൻ കാത്തിരുന്നത്. ഒരുപക്ഷെ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയിൽ പോലും ആവേശം അങ്ങേയറ്റം നിറഞ്ഞു തുളുമ്പിയതാണ്. പല ഫാൻ പാർക്കുകളും അതുപോലെ തന്നെ പല ബിഗ് സ്ക്രീനുകളും ഒക്കെ ഇന്ത്യ ഒട്ടുക്ക് നിറഞ്ഞ ഒരു അവസരമായിരുന്നു. പക്ഷേ ഇന്നലെ കളി കണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഇന്നലെ കളി കണ്ട അർജൻറ്റീനൻ ആരാധകരിൽ ഒരു കുറവ് വരാൻ സാധ്യത ഇല്ലേ എന്ന് സംശയിച്ചാൽ ആ സംശയത്തിന് തീർച്ചയായും ഒരു പങ്കുണ്ട്. എന്ന് പറഞ്ഞാൽ കളി മാത്രമല്ല, കളിക്കളത്തിലെ പെരുമാറ്റത്തിനും തീർച്ചയായും സ്പോർട്സ് മാൻ സ്പിരിറ്റുള്ള എല്ലാവർക്കും ആശയുണ്ട്. ഇന്നലെ അതൊരു ആശങ്കയായി മാറി എന്ന് പറയുന്നതിൽ അതിശയോക്തി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം, കളി ജയിക്കണമെങ്കിൽ കളി മെനയണം. അല്ലെങ്കിൽ കളിക്കളത്തിൽ നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കണം. അതുപയോഗിക്കാൻ കെൽപ്പുള്ളവരാണ് അർജൻറ്റീൻ മാനേജറും ഒപ്പം പ്ലെയേഴ്സുമെല്ലാം. പക്ഷേ ഇന്നലെ ആവശ്യമില്ലാതെ ആ റെഡ് കാർഡ് കണ്ടത് തന്നെ അത് ശരിക്കും എൻസോ ഫെർണാണ്ടസിനെ പോലെയുള്ള മികച്ച താരം ഒരിക്കലും അങ്ങനെ ഫോൾ ചെയ്യാൻ പാടില്ല. അത് ഒരു 19 വയസ്സുകാരനെ ഏറിൽ അദ്ദേഹം ഇങ്ങനെ മറിഞ്ഞു പോകുന്ന കാഴ്ച എല്ലാവരും കണ്ടതാണ്. ഒരു ഇന്ത്യൻ ഫൗൾ എന്ന് തന്നെ നമ്മളതിന് പറയണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കാർഡും അതുപോലെ തന്നെ റെഡ് കാർഡും കിട്ടി പുറത്ത് പോകേണ്ടി വരുന്നത്. അതിനുശേഷമാണ് അർജൻറ്റീന കുറച്ച് പ്രകോപിതമായത്. 10 പേരായി ചുരുങ്ങി, മാത്രമല്ല ബോൾ കൈ കിട്ടുന്നില്ല, ഫ്രസ്ട്രേഷൻ, എല്ലാം കൂടെ ആയപ്പോൾ അർജൻറ്റീന ശരിക്കും അവരുടെ സ്വന്തം ശൈലി മറന്നുപോയോ എന്നൊരു സംശയം കൂടി ഇല്ലാതില്ല. എന്തായാലും ഫുട്ബോളാണ്. ഒരു ലോകകപ്പിൻ്റെ കലാശ പോരാട്ടത്തിൽ കളിക്കുമ്പോൾ ജയിക്കാൻ മാത്രം കളിക്കുന്ന ടീമുകളാണ് എപ്പോഴും. അതിൽ നിന്നുണ്ടായ വികാരക്ഷോഭം ഒരുപക്ഷെ മനസ്സിലാക്കാം. പക്ഷേ മെസ്സിയെ പോലുള്ള താരങ്ങളുള്ള, സ്കലോണിയെ പോലുള്ള കോച്ചുള്ള, അതുപോലെ തന്നെ ശരിക്കും ഓട്ടോമൻഡിയെ പോലെയുള്ള വളരെ സീനിയറായ താരങ്ങൾ അണിനിരക്കുന്ന അർജൻറ്റീനയെ പോലുള്ള ടീമുകൾ ശരിക്കും എന്ത് പറ്റിക്കാണും അർജൻറ്റീനയ്ക്ക് സുദേശ്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, അവർക്ക് ഇപ്പോൾ ഈ ലോകകപ്പിൽ അവരുടെ പ്രകടനം മെസ്സി എന്നൊരു താരത്തിൽ കേന്ദ്രീകരിച്ചായിരുന്നു. ഇപ്പോൾ എൻസോ ഫെർണാണ്ടസിനെയും ലൗട്ടാരോ മാർട്ടിനസിനെയും അൽവാരസിനെയും പോലുള്ള എല്ലാ താരങ്ങളും അവർക്കുണ്ട്. പിന്നെ മെക്കലിസ്റ്ററും ഡിപ്പോളും അടങ്ങുന്ന നല്ല ഗംഭീരമായൊരു മധ്യനിരയും അവർക്കുണ്ട്. ഈ ടീം മെസ്സിയിൽ അമിതമായി കേന്ദ്രീകരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇവർ കടന്നു വന്നൊരു വഴി പരിശോധിക്കുമ്പോൾ ലോകകപ്പിൻ്റെ ഫൈനലിലെത്തുക എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഫുട്ബോളിലെ മുൻനിര രാജ്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ കഠിനമായൊരു കടമ്പയാണ്. അത് ഒരു സംശയമില്ല കാര്യത്തിൽ. ആ തുടക്കത്തിൽ അർജൻറ്റീനയ്ക്ക് വലിയ എതിരാളികളില്ലായിരുന്നു. നമുക്ക് മനസ്സിലാക്കും, ഈജിപ്റ്റ്, സ്വിറ്റ്സർലൻഡ്, പിന്നെ അതിൻ്റെ അൾജീരിയ പോലുള്ള ടീമുകൾ, ഇത്തരം ടീമുകൾക്കെതിരെ മത്സരിച്ച് വരുന്നു. കടുത്ത മത്സരങ്ങൾ അവർ നേരിടുന്നില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മെസ്സി ഗോൾ നേടിയിട്ടില്ല. സ്വിറ്റ്സർലൻഡ് തൊട്ട് ഇങ്ങോട്ട് മെസ്സിക്ക് ഗോളില്ല. നമ്മൾ മനസ്സിലാക്കണം.
അപ്പോൾ അതിനു മുമ്പാണ് മെസ്സി ഈ ടോപ്പ് സ്കോറർ 8 ഗോൾ നേടിക്കഴിഞ്ഞു. ഒരു ഹാട്രിക് ഉൾപ്പെടെയുള്ള ഗോളുകൾ ഗ്രൂപ്പ് ഘട്ടത്തിലും പ്രീ ക്വാർട്ടർ വരെയും മെസ്സിയിൽ നേടാൻ കഴിയുന്നു. പിന്നീട് അദ്ദേഹം ഗോൾ നേടുന്നില്ല. പക്ഷേ മെസ്സിയുടെ അസിസ്റ്റുകൾ പിന്നീട് ഉണ്ടാകുന്നുണ്ട്. മെസ്സിയുടെ അസിസ്റ്റ് കളിയുടെ 75-80 മിനിറ്റ് വരെ പിന്നിൽ നിന്ന് അർജൻറ്റീന തിരിച്ചു വരുന്ന മത്സരങ്ങളാണ് പലപ്പോഴും നമ്മൾ കണ്ടത്. വളരെ ആവേശമുള്ളത് തന്നെയാണ്. പലപ്പോഴും അസാധ്യമെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് അവർ ഗോളുകൾ നേടുന്നത്. എതിരാളികൾ കളി മറന്നു പോകുന്നു, അല്ലെങ്കിൽ അർജൻറ്റീനയെ ഭയപ്പെട്ട്, ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിൽ അതാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഈജിപ്റ്റ് തീർച്ചയായിട്ടും അവർ ഭയപ്പെട്ട് അമിത പ്രതിരോധത്തിൽ പോകുന്നു. ഇന്ന് ലോക ഫുട്ബോളിൽ അർജൻറ്റീനയെ പോലൊരു ടീമിനെ നിങ്ങൾ അമിതമായി പ്രതിരോധിക്കുകയാണെങ്കിൽ ഏത് നിമിഷവും ഗോൾ കിട്ടും. ഈ മെസ്സി എന്ന താരത്തെ അമിതമായി പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞ ഒരു നല്ല പ്രതിരോധം അർജൻറ്റീനയ്ക്ക് ഇല്ലാതെ പോകുന്നു. ഇപ്പോൾ 8ഓളം ഗോളുകളാണ് ഈ ലോകകപ്പിൽ അവർ വഴങ്ങിയത്. മറുപക്ഷത്ത് സ്പെയിൻ വഴങ്ങിയത് 1 ഗോൾ മാത്രമാണ് വഴങ്ങിയത്. അർജൻറ്റീന 8ഓളം ഗോൾ വഴങ്ങേണ്ടി വരുന്നു. അത് പ്രതിരോധത്തിൻ്റെ ഒരു വീഴ്ച തന്നെയാണ്. ഇത്രയും നന്നായിട്ട് അവർ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിരോധത്തിൽ എല്ലാ ടീമിനെതിരെയും അവർ ഗോൾ വഴങ്ങുന്നുണ്ട്. നമ്മൾ കാണുന്നു ഈജിപ്തിനെതിരെ 2 ഗോൾ വഴങ്ങുന്നു. സ്വിറ്റ്സർലൻഡ് ഈക്വലൈസ് പിന്നീട് ഇംഗ്ലണ്ടിനോടായാലും ഗോൾ വഴങ്ങുന്നു. ഈ ഗോൾ വഴങ്ങുന്നത് അവർക്കൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. അതിൻ്റെ പഴുതടയ്ക്കാനാണ് ഇവർ ഫൈനലിൽ കുറേ കൂടെ പ്രതിരോധത്തിലേക്ക് സ്പെയിനെതിരെ പോകുന്നത്. തീർച്ചയായിട്ടും കേപ്പ് വെർദെ പോലും ഗോളടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം മെസ്സി ഒരു താരത്തിൽ, ഏത് സൂപ്പർ താരമായാലും അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ച് ഫുട്ബോളിൽ അന്തിമ വിജയം സാധിക്കില്ല എന്ന് നമുക്ക് ഇവിടെ ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുകയാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ അവിടെ ചില താരങ്ങൾ പ്രായം ചെന്നു. നമ്മളിപ്പോൾ ഓട്ടോമിൻ്റെയെ പോലുള്ളൊരു പകരക്കാരൻ വരുന്നു. ഇപ്പോൾ മക്കലിസ്റ്റർ ആയാലും ഡിപ്പോൾ ആയാലും അവർക്ക് 90 മിനിറ്റും പൂർണ്ണമായി ഒരേ ശാരീരിക ശേഷിയോടുകൂടി കളിക്കാൻ കഴിയുന്ന താരങ്ങളല്ല. ഡിപ്പോളിനെ പലപ്പോഴും മാറ്റുന്നത് നമ്മൾ കാണുന്നു. അതെ, മക്കലിസ്റ്റർ അതുപോലെ തന്നെ. അപ്പോൾ അതൊരു വീഴ്ച തന്നെയാണ്. അവരുടെ ഒരു ജനറേഷൻ അവസാനിക്കുകയാണ്. അതിന് നല്ല പകരക്കാരെ അവർ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും സ്പെയിനിലൊരു ബാലൻസ്ഡ് ആണ്, ഈക്വലായിട്ട് എക്സ്പീരിയൻസും യൂത്തും എല്ലാം മിക്സായിട്ട് പകരക്കാരുടെ ബെഞ്ച് അതിലും ശക്തമായ പകരക്കാർ 4-5 പകരക്കാർ വന്നിട്ട് ഒരു കുഴപ്പമില്ല. ടീമിൻ്റെ കളിയേ മാറിയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ല, ഇവിടെ ഫുട്ബോൾ ശരിക്കും ഒരു പുതുവസന്തമായി മാറുന്നു. സ്പെയിനിലൂടെ വളരെ മനോഹരമായി ആരെയും ദേഹത്ത് തൊടാതെ ബോളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കളിക്കുന്ന ഒരു കാർഡ് പോലും വാങ്ങാത്ത, അതിന് അവർക്ക് റിവാർഡ് കിട്ടിയത് 3 താരങ്ങൾക്കുള്ള സ്പെഷ്യൽ അവാർഡാണ്. ഒന്ന് ഉനൈ സൈമണ് ഗോൾഡൻ ഗ്ലൗ, അതുപോലെ അവരുടെ നേരത്തെ പറഞ്ഞ ക്യാപ്റ്റൻ റോഡ്രിക്കാണ് ഗോൾഡൻ ബോൾ, അതുപോലെ ക്യൂബറാസി ബെസ്റ്റ് യങ് പ്ലെയറായി മാറി. എല്ലാവർക്കും അറിയുന്നത് പോലെ എംബാപ്പെ ടോപ്പ് സ്കോററായി, അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ടുമായി. അങ്ങനെ 2026 ഫുട്ബോൾ മാമാങ്കത്തിന് ഇവിടെ തിരശ്ശീല വീഴുന്നു. 48 ടീമുകൾ, 104 കളികൾ, 16 വ്യത്യസ്തമായ വേദികൾ, 3 രാജ്യങ്ങൾ. ഇതെല്ലാം കൊണ്ട് ശരിക്കും താരനിബിഡമായ കുറേ ടീമുകൾ, പുതിയ താരങ്ങളുടെ ഉയർച്ച, ഇപ്പോൾ ലാമിൻ യമാലിനെ പോലെ, ക്യൂബറാസിയെ പോലെ ഉള്ള പുതിയ താരങ്ങളുടെ ഉയർച്ച, അതുപോലെ തന്നെ നമ്മൾ കാണാത്ത പല താരങ്ങളുണ്ട്. ബ്രസീലിൻ്റെ എൻട്രിക്കിനെ നമ്മൾ ശരിക്കും കണ്ടില്ല. അദ്ദേഹം ഇന്ന് വളർന്നു വരുന്ന യുവതാരങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു താരം കൂടിയാണ് എൻട്രിക്ക്. അങ്ങനെയുള്ള ചില താരങ്ങളുടെ കളി നമുക്ക് മിസ് ചെയ്തു. അതുപോലെ ജർമ്മനിയിലും 2-3 യങ് താരങ്ങൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമുക്ക് മിസ് ചെയ്തു. പക്ഷെ വരും ലോകകപ്പിൽ അവരുടെയൊക്കെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. ഇനി കാത്തിരിക്കണം 4 വർഷം കഴിഞ്ഞ്. അങ്ങനെ ഈ യാത്രയിൽ നമ്മളോടൊപ്പം ചേർന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് സുദേശിന് എല്ലാവർക്കും നന്ദി. STV ഇത് നിങ്ങളെ മുന്നിലെത്തിച്ചത് STVനും ഫുൾ മാർക്ക് നമ്മൾ കൊടുക്കുന്നു. വളരെ ഭംഗിയായി ഈ അവലോകനം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചത് STVയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.